യൂറോപ്യന്മാരുടെ വരവും സംഭാവനകളും. യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളതീരത്ത് എത്തിയത് 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരളതീരത്ത് എത്തിയത്. യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ് അറബികൾ. അറബികളും ചൈനക്കാരും യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികളാണ്. അപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെയാണ് യൂറോപ്യന്മാർ വ്യാപാരത്തിനായി കേരള തീരത്ത് എത്തിയത്. അറബികളും ചൈനക്കാരുമാണ് യൂറോപ്യന്മാരുടെ ആഗമനത്തിന് മുമ്പ് തന്നെ കേരളവുമായി വാണിജ്യബന്ധം പുലർത്തിയിരുന്ന വിദേശികൾ. ഇനി നമ്മൾ പഠിക്കുന്നത് പോർച്ചുഗീസുകാരെ പറ്റിയാണ്. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. ഇന്ത്യയിൽ കടൽ മാർഗം കച്ചവടത്തിനെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണമെന്താണ്? 1453 ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തതുകൊണ്ട്. 1453 ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം. ഇന്ത്യയിൽ കടൽമാർഗം കച്ചവടത്തിനെത്തിയ ആദ്യ യൂറോപ്യന്മാർ പോർച്ചുഗീസുകാരാണ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിൽ എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയാണ് പോർച്ചുഗീസുകാർ. യൂറോപ്യന്മാർക്ക് ഇന്ത്യയിലേക്ക് പുതിയ കടൽമാർഗം കണ്ടുപിടിക്കേണ്ടി വന്നതിന് കാരണം എന്താണ്? 1453 ഓട്ടോമാൻ തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചെടുത്തത് മൂലം. വാസ്കോ ഡ ഗാമയെ പറ്റിയാണ് അടുത്തതായി പഠിക്കുന്നത്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം ലിസ്ബൺ ആണ്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാണ് സർദാർ KM പണിക്കർ. വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവാണ് മാനുവൽ ഒന്നാമൻ. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് എന്നാണ്? 1498 മെയ് 20. വാസ്കോ ഡ ഗാമ ഇന്ത്യയിൽ വന്നിറങ്ങിയ സ്ഥലമാണ് കോഴിക്കോട് ജില്ലയിലെ കാപ്പാട്. കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യനാരാണ്? വാസ്കോ ഡ ഗാമ. വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ച സ്ഥലം എവിടെയാണ്? ലിസ്ബൺ. 1497 ലിസ്ബണിൽ നിന്നുമാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ഐതിഹാസിക യാത്ര ആരംഭിച്ചത്. വാസ്കോ ഡ ഗാമയുടെ ആഗമനത്തെ ഏഷ്യയുടെ ചരിത്രത്തിലെ വാസ്കോ ഡ ഗാമ യുഗത്തിൻ്റെ തുടക്കമാണെന്ന് അഭിപ്രായപ്പെട്ട ചരിത്രകാരനാരാണ്? സർദാർ KM പണിക്കർ. മാനുവൽ ഒന്നാമനാണ് വാസ്കോ ഡ ഗാമയെ ഇന്ത്യയിലേക്ക് അയച്ച പോർച്ചുഗീസ് രാജാവ്. മാനുവൽ ഒന്നാമൻ. വാസ്കോ ഡ ഗാമ ആദ്യമായി ഇന്ത്യയിലെത്തിയത് വർഷം എന്നാണ്? 1498 മെയ് 20. 1498 മെയ് 20 വാസ്കോ ഡ ഗാമ എവിടെയാണ് വന്നിറങ്ങിയത്? കോഴിക്കോട് ജില്ലയിലെ കാപ്പാട് എന്ന സ്ഥലത്ത്. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്നത് കലൈക്കുറ്റ് എന്നാണ്. വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പലിൻ്റെ പേരാണ് സെൻറ്റ് ഗബ്രിയേൽ എന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്നത്. വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകൾ ഏതൊക്കെയാണ്? സെൻറ്റ് റാഫേൽ എന്നിവ വാസ്കോ ഡ ഗാമയുടെ കപ്പൽ വ്യൂഹത്തിലുണ്ടായിരുന്ന മറ്റു കപ്പലുകളാണ്. അപ്പോൾ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ചിരുന്ന കപ്പൽ ഏതാണ്? സെൻറ്റ് ഗബ്രിയേൽ. വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയ വർഷം 1499. 1499 വാസ്കോ ഡ ഗാമ ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. എപ്പോഴാണ് വാസ്കോ ഡ ഗാമ കേരളത്തിലെത്തിയത്? 1498 മെയ് 20. 1499 ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. വാസ്കോ ഡ ഗാമയുടെ യാത്രയ്ക്ക് ചെലവായ തുകയുടെ 60 ഇരട്ടിയോളം ലാഭമാണ് ഇന്ത്യയിൽ നിന്നും കൊണ്ടുപോയ വിഭവങ്ങൾ വഴി അദ്ദേഹത്തിന് ലഭിച്ചത്.
വാസ്കോഡ് ഗാമയ്ക്ക് ഡോം അല്ലെങ്കിൽ പ്രഭു എന്ന പദവി നൽകിയത് മാനുവൽ രാജാവാണ്. മാനുവൽ രാജാവാണ് വാസ്കോഡ് ഗാമയ്ക്ക് ഡോം എന്ന പദവി നൽകിയത്. വാസ്കോഡ് ഗാമ രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷം എത്രയാണ്? 1502. രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷമാണ് 1502. ഒന്നാമതെത്തിയ വർഷം ഏതായിരുന്നു? 1498 മെയ് 20. 1499 ലിസ്ബണിലേക്ക് മടങ്ങിപ്പോയി. 1502 രണ്ടാമതായി ഇന്ത്യയിലെത്തിയ വർഷമാണ്. വാസ്കോഡ് ഗാമ മൂന്നാമതും അവസാനമായി ഇന്ത്യയിലെത്തിയ വർഷം ഏതാണ്? 1524. 1524 വാസ്കോഡ് ഗാമ മൂന്നാമതും അവസാനമായും ഇന്ത്യയിൽ വന്ന വർഷം. വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം 1524. 1524 വാസ്കോഡ് ഗാമ പോർച്ചുഗീസ് വൈസ്രോയിയായി ഇന്ത്യയിലെത്തിയ വർഷം. വാസ്കോഡ് ഗാമ അന്തരിച്ചതെന്നാണ്? 1524 ഡിസംബർ 24 വാസ്കോഡ് ഗാമ അന്തരിച്ചത്. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്ത പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചി. 1524 ഡിസംബർ 24 അന്തരിച്ച വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം ആദ്യം അടക്കം ചെയ്തത് കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയിലാണ്. കൊച്ചിയിലെ സെൻറ്റ് ഫ്രാൻസിസ് പള്ളി. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷം ഏതാണ്? 1539. 1539 പോർച്ചുഗീസുകാരനായ വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം കൊച്ചിയിൽ നിന്നും പോർച്ചുഗലിലേക്ക് കൊണ്ടുപോയ വർഷമാണ് 1539. വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളിയാണ് ജെറോണിമസ് കത്തീഡ്രൽ. ജെറോണിമസ് കത്തീഡ്രൽ, ലിസ്ബണിലെ ജെറോണിമസ് കത്തീഡ്രലിലാണ് വാസ്കോഡ് ഗാമയുടെ ഭൗതിക ശരീരം അടക്കം ചെയ്ത പോർച്ചുഗലിലെ പള്ളി. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്ന ആരാണ്? വാസ്കോഡ് ഗാമ. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി അല്ലെങ്കിൽ അധിപൻ എന്നറിയപ്പെടുന്നതാണ് വാസ്കോഡ് ഗാമ. വാസ്കോഡ് ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചതാരാണ്? മാനുവൽ രാജാവ്. മാനുവൽ രാജാവാണ് വാസ്കോഡ് ഗാമയെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി എന്ന് വിശേഷിപ്പിച്ചത്. വാസ്കോഡ് ഗാമ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഗോവ. ഗോവയിലാണ് വാസ്കോഡ് ഗാമ എന്ന പേരിലുള്ള സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡെ കോവിൽഹ. പെറോ ഡ കോവിൽഹയാണ് കരമാർഗം ഇന്ത്യയിൽ ആദ്യമായി എത്തിയ പോർച്ചുഗീസ് സഞ്ചാരി. പെറോ ഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. 1488 ബർത്തലോമിയോ ഡയസ് ആണ് ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികൻ. കരമാർഗം ഇന്ത്യയിൽ എത്തിയ ആദ്യ പോർച്ചുഗീസ് സഞ്ചാരിയാണ് പെറോ ഡ കോവിൽഹ. ആഫ്രിക്കയിലെ ശുഭപ്രതീക്ഷ മുനമ്പ് ചുറ്റി സഞ്ചരിച്ച ആദ്യ പോർച്ചുഗീസ് നാവികനാണ് ബർത്തലോമിയോ ഡയസ്. പെഡ്രോ അൽവാരസ് കബ്രാൾ. പെഡ്രോ അൽവാരസ് കബ്രാൾ ആരാണ്? വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. വാസ്കോഡ് ഗാമയുടെ പിൻഗാമിയായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് പെഡ്രോ അൽവാരസ് കബ്രാൾ. 1500 വർഷത്ത്. കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് നാവികനും പെഡ്രോ അൽവാരസ് കബ്രാളാണ്. നെക്സ്റ്റ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. 1505 മുതൽ 1509 വരെ. ഫ്രാൻസിസ്കോ ഡി അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജലനയം. നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഇന്ത്യയിൽ എത്തിയ
ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ശക്തമായ നാവികപ്പടയെ വളർത്തിയെടുക്കുന്നതിലൂടെ സമുദ്ര മേധാവിത്വം സ്ഥാപിച്ച് പോർച്ചുഗീസ് വ്യാപാരം വളർത്തുക എന്ന നയമാണ് നീലജലനയം. നീലജലനയം നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അടുത്തത് നമ്മൾ പഠിക്കുന്നത് അൽബുക്കർക്ക്. 1550 മുതൽ 1515 വരെ അൽബുക്കർക്ക്. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. അപ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആരാണ്? ഫ്രാൻസിസ്കോ ഡി അൽമേഡ. രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നതാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന ആരാണ്? അൽബുക്കർക്ക്. ഈ അൽബുക്കർക്കാണ് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയി. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്ത പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ മിശ്ര കോളനി വ്യവസ്ഥ പ്രോത്സാഹിപ്പിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. മുഹമ്മദ് ആദിർ ഷാ 1510 പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് ബീജാപ്പൂർ സുൽത്താനിൽ നിന്നുമാണ്. പോർച്ചുഗീസിൻ്റെ ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി ആരാണ്? അൽബുക്കർക്ക്. എന്തൊക്കെയാണ് നമ്മൾ അൽബുക്കർക്കിനെ പറ്റി പഠിച്ചത്? 1509 മുതൽ 1515 വരെയാണ് കാലം. ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയിയാണ് അൽബുക്കർക്ക്. ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനായി അറിയപ്പെടുന്നത് അൽബുക്കർക്കാണ്. ഇന്ത്യയിൽ പോർച്ചുഗീസ് കോളനിവൽക്കരണത്തിന് നേതൃത്വം നൽകിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് നഗരം ആക്രമിച്ച പോർച്ചുഗീസ് വൈസ്രോയിയാണ് ഇദ്ദേഹം. പോർച്ചുഗീസുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള വിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചു. ഇന്ത്യയിൽ സതി നിരോധിക്കുകയും നാണയ സമ്പ്രദായം ഏർപ്പെടുത്തുകയും ചെയ്തു. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചതാരിൽ നിന്നുമാണ്? ബീജാപ്പൂർ സുൽത്താനിൽ നിന്നും. പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്നും ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയിയാണ് അൽബുക്കർക്ക്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരായ കുഞ്ഞാലിമരക്കാരെ പറ്റിയാണ് അടുത്തതായി നമ്മൾ നോക്കുന്നത്. കോഴിക്കോട് ഭരണം നടത്തിയിരുന്ന സാമൂതിരിമാരുടെ നാവികപ്പടയുടെ തലവന്മാരാണ് കുഞ്ഞാലിമരക്കാർമാർ. കുഞ്ഞാലിമരക്കാർമാരുടെ ആസ്ഥാനം എവിടെയാണ്? വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട. കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ടയാണ് കുഞ്ഞാലിമരക്കാരുടെ ആസ്ഥാനം. പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർമാർ സ്വീകരിച്ച യുദ്ധമുറ ഏതാണ്? ഗറില്ല യുദ്ധമുറയാണ് പോർച്ചുഗീസുകാർക്കെതിരെ കുഞ്ഞാലിമരക്കാർമാർ സ്വീകരിച്ചത്. പ്രധാനമായിട്ടും 4 കുഞ്ഞാലിമാരാണ് ഉണ്ടായിരുന്നത്. എന്തൊക്കെയാണ് അവരുടെ പേരെന്ന് നോക്കാം. കുഞ്ഞാലി ഒന്നാമൻ്റെ പേരാണ് കുട്ടിയലി. കുഞ്ഞാലി ഒന്നാമനാണ് കുട്ടിയലി. കുഞ്ഞാലി രണ്ടാമനാണ് കുട്ടിപ്പോക്കറലി. കുഞ്ഞാലി ഒന്നാമൻ കുട്ടിയലി. കുഞ്ഞാലി രണ്ടാമൻ കുട്ടിപ്പോക്കറലി. കുഞ്ഞാലി മൂന്നാമനാണ് പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ. കുഞ്ഞാലി മൂന്നാമൻ പട്ടുമരക്കാർ, പടമരക്കാർ. കുഞ്ഞാലി ഒന്നാമൻ കുട്ടിയലി. കുഞ്ഞാലി രണ്ടാമൻ കുട്ടിപ്പോക്കറലി. കുഞ്ഞാലി മൂന്നാമൻ ആരാണ്? പട്ടുമരക്കാർ അല്ലെങ്കിൽ പടമരക്കാർ. കുഞ്ഞാലി നാലാമൻ 4 എന്ന് തന്നെയാണ് അറിയപ്പെട്ടത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെടുന്നവരാണ് കുഞ്ഞാലി നാലാമൻ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ ആരാണ്? കുഞ്ഞാലി നാലാമനാണ്. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചത് കുഞ്ഞാലി നാലാമൻ. ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകൻ എന്ന ബിരുദം സ്വീകരിച്ചതാരാണ്? കുഞ്ഞാലി നാലാമൻ. അപ്പോൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപതി ആരായിരുന്നു? വാസ്കോഡ് ഗാമ. എന്നാൽ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അതിനായകനാണ് കുഞ്ഞാലി നാലാമൻ.
കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ച വർഷമാണ് 1600. 1600-ൽ കുഞ്ഞാലി മരയ്ക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു. കുഞ്ഞാലി നാലാമനെ സാമൂതിരിയുടെ സമ്മതത്തോടുകൂടി യുദ്ധത്തിൽ പിടികൂടി ഗോവയിൽ കൊണ്ടുപോയി വധിച്ച് മൃതദേഹം വെട്ടിനുറുക്കി പല സ്ഥലങ്ങളിലായി പ്രദർശിപ്പിക്കുകയുണ്ടായി. പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത് കുഞ്ഞാലി മരയ്ക്കാർ തേർഡാണ്. കുഞ്ഞാലി മരയ്ക്കാർ മൂന്നാമനാണ് പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നും ചാലിയങ്കോട്ട തിരിച്ചുപിടിക്കാൻ സാമൂതിരിയെ സഹായിച്ചത്.